നമസ്കാരം. എന്തായാലും ഡൽഹി ആര് ഭരിക്കും എന്നറിയുന്നതിന് ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. 1998 ശേഷം BJP വീണ്ടും ഡൽഹിയിൽ അധികാരത്തിൽ വരുമോ അതോ കഴിഞ്ഞ 12 വർഷത്തെ ആം ആദ്മി പാർട്ടിയുടെ ഭരണം ഡൽഹിയിൽ തുടരുമോ എന്നാണ് അറിയുവാൻ ബാക്കിയുള്ളത്. എന്തായാലും രാജ്യത്തിന്റെ മുഴുവൻ കണ്ണുകളും ഇല്ലേ, എന്റെ കൂടെ ER രാഗേഷ് കൂടി ചേരുന്നുണ്ട്. രാജ്യത്തിന്റെ മുഴുവൻ കണ്ണുകളും രാജ്യ തലസ്ഥാനത്തേക്ക് നീങ്ങുകയാണ്. ഡൽഹി പിടിക്കുവാൻ BJPക്ക് ഇത്രയും വർഷങ്ങളായിട്ട് കഴിയാത്തത് അത് BJPക്ക് ഇത്തവണ ജീവൻ മരണ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. എല്ലാ എക്സിറ്റ് പോളുകളും പറയുന്നത് BJP ഡൽഹിയിൽ അധികാരം തിരിച്ചു പിടിക്കും എന്നുള്ളതാണ്. 2 എക്സിറ്റ് പോളുകളിൽ മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് നേരിയൊരു എഡ്ജ് പറയുന്നത്. പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാകുമോ അതോ ആം ആദ്മി പാർട്ടി ഈ ഡൽഹിയുടെ മനസ്സ് കീഴടക്കി ആം ആദ്മി പാർട്ടി ഇത്തവണ അധികാരം നിലനിർത്തുമോ എന്നാണ് അറിയുവാൻ ബാക്കിയുള്ളത്. കൃത്യം 8 മണിക്ക് തന്നെ വോട്ട് കൗണ്ടിംഗ് തുടങ്ങുകയാണ്. അതിനുശേഷം ഏതാണ്ട് ഒരു 8:15 കൂടി ആദ്യ ഫല സൂചനകൾ കിട്ടിത്തുടങ്ങും. അപ്പോൾ തന്നെ ഡൽഹിയിലെ ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിക്കും. രാകേഷ്, എങ്ങനെയാണ് ഇപ്പോൾ ഈ വോട്ടെണ്ണലിന്റെ ഒരു ക്രമീകരണം എങ്ങനെയാണ്? ഡൽഹിയിൽ അധികം വോട്ടർമാർ ഇല്ലാത്ത ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ തന്നെ ഫല സൂചനകൾ കിട്ടിത്തുടങ്ങുകയില്ലേ? തീർച്ചയായും. കാരണം ഇനിയിപ്പോൾ വോട്ടെണ്ണൽ ആരംഭിക്കാൻ ആകെ 1 മണിക്കൂറിൽ താഴെ മാത്രമാണ് സമയമുള്ളത്. 19 സെന്ററുകളിലായിട്ടാണ് ഇപ്പോൾ വോട്ടെണ്ണൽ ക്രമീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആദ്യം പോസ്റ്റൽ വോട്ട് എണ്ണും. പക്ഷേ പോസ്റ്റൽ വോട്ട് എണ്ണി തീരുന്ന മുമ്പ് തന്നെ മറ്റ് വോട്ടുകളിലേക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്കും വോട്ട് എണ്ണി തുടങ്ങും എന്നാണ് ഇപ്പോൾ കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 8:15 തീർച്ചയായും ആദ്യ ഫലസൂചനകൾ നമുക്ക് ലഭിച്ചു തുടങ്ങും. ഉച്ചയ്ക്ക് മുൻപായി തന്നെ ഡൽഹി എങ്ങനെ എന്നുള്ളത് കൃത്യമായ ചിത്രം കിട്ടും. ഒരു 8:00 തന്നെ ട്രെൻഡ് കൃത്യമായി മനസ്സിലാവുകയും ചെയ്യും. ഇപ്പൊ ഈ ആദ്യമായിട്ട് ചില പ്രതികരണങ്ങൾ വന്നതിൽ നിന്ന് മനസ്സിലാവുന്നത് ആം ആദ്മി പാർട്ടി പറഞ്ഞിട്ടുള്ളത് എക്സിറ്റ് പോൾ ഫലങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുന്നതേ ഇല്ല എന്നാണ്. സമീപകാല തെരഞ്ഞെടുപ്പുകളിലൊക്കെ എക്സിറ്റ് പോൾ ഫലങ്ങൾ തെറ്റായി തീരുന്നത് കണ്ടിട്ടുള്ളതാണ്. അതിനാൽ തന്നെ ഇത് BJPക്ക് വേണ്ടി തയ്യാറാക്കിയ എക്സിറ്റ് പോളുകളാണ്. അതിനാൽ തന്നെ എക്സിറ്റ് പോളുകളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് ആം ആദ്മി പാർട്ടി വീണ്ടും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ 10 വർഷത്തെ കെജ്രിവാൾ ഭരണം, അതിന് മുൻപ് 2 വർഷം ഭരിച്ചതും ഒക്കെ കൂട്ടി 12 വർഷത്തെ ഭരണം നിലനിർത്തുവാൻ കഴിയുമെന്ന് തന്നെയാണ് ആം ആദ്മി പാർട്ടി ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതേ സമയത്ത് തന്നെ മറ്റ് ചില രാഷ്ട്രീയ നാടകങ്ങൾ കൂടി ഡൽഹിയിൽ ഇന്നലെ മുതൽ തുടങ്ങിയിരുന്നു. അവിടെ കുതിര കച്ചവടത്തിന്, ഓപ്പറേഷൻ ലോട്ടസിന് വേണ്ടി, ഓപ്പറേഷൻ താമരയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ BJP തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള ആരോപണമാണ് ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്നത്. ഇതിനുള്ള പരാതി പോലും ആം ആദ്മി പാർട്ടി നൽകിയിട്ടുമുണ്ട്. അതിന്റെ ഒരു അവസ്ഥ എന്താണ്? അതിനുശേഷമാണല്ലോ ഇപ്പോൾ ഡൽഹിയിൽ ഒരു അന്വേഷണത്തിന് പോലും സാഹചര്യം ഒരുക്കുകയും അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിലേക്ക് അന്വേഷണ സംഘം വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് അവിടെ വെച്ച് നിന്നോ അതോ ആം ആദ്മി പാർട്ടി ഇപ്പോഴും ആ ആരോപണം ഉന്നയിക്കുന്നുണ്ടോ? BJP ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ വിലയ്ക്ക് വാങ്ങുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ആം ആദ്മി പാർട്ടി അത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. കാരണം സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് കഴിഞ്ഞാൽ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാവാറില്ല. പക്ഷേ ഡൽഹിയിൽ ആ ചൂട് ആറുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്നലെ ഈ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥികളെ വിലയ്ക്ക് വാങ്ങാൻ BJP ശ്രമിക്കുന്നു എന്നാണ്. 15 കോടി ഓരോ സ്ഥാനാർത്ഥിക്കും നൽകുന്നു എന്നാണ് അരവിന്ദ് കെജ്രിവാളും അതിഷിയും ഒക്കെ ആരോപിച്ചിരിക്കുന്നത്. ഈ സ്ഥാനാർത്ഥികളുടെ ചിലരുടെയൊക്കെ വീഡിയോയും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെ 15 കോടി വീതം പല MLA-മാരെയും സമീപിച്ചു. അപ്പോൾ ജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. മാത്രമല്ല 55 സീറ്റ് കിട്ടുമെന്നൊക്കെ സർവേ പറയുന്നു. പക്ഷേ 55 സീറ്റ് കിട്ടുകയാണെങ്കിൽ എന്തിനാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ വിലയ്ക്ക് വാങ്ങുന്നത്? അപ്പോൾ അവർ ഈ സർവേ തട്ടിപ്പാണെന്ന് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നതുമായി കൂട്ടിച്ചേർത്തുകൊണ്ടാണ്. കാരണം ആം ആദ്മി പാർട്ടി പറയുന്നത് എന്തായാലും 40-ന് മുകളിൽ സീറ്റുകൾ കിട്ടും എന്ന് തന്നെയാണ്. അതായത് കഴിഞ്ഞ തവണത്തെ അത്രയും ഒരു ഫലം, അതായത് 62 സീറ്റുകളിലേക്ക് വരുവാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും 40-നും 50-നും ഇടയ്ക്ക് സീറ്റുകൾ കിട്ടുമെന്ന് ആം ആദ്മി പാർട്ടി ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുകയാണ്. അതേസമയം ഈ എക്സിറ്റ് പോളുകളുടെ ഒരു പോളോ പോൾ നോക്കുകയാണെങ്കിൽ 43 സീറ്റുകൾ BJPക്ക് കിട്ടുമെന്നും 8 സീറ്റുകൾ കേവല ഭൂരിപക്ഷത്തിന് കുറഞ്ഞ 28 സീറ്റുകളിലേക്ക് ആം ആദ്മി പാർട്ടി പോകും എന്നുള്ളതുമാണ്. ചില എക്സിറ്റ് പോളുകൾ നൽകുന്ന ഫലമനുസരിച്ച് 50-ന് മുകളിൽ സീറ്റുകളിലേക്ക് BJP പോകുമെന്നാണ്. അതായത് ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി BJPക്ക് കിട്ടുമെന്നുള്ളതാണ്. ടുഡേസ് ചാണക്യ പറയുന്നത് നോക്കുമ്പോൾ 20-ൽ താഴെ സീറ്റുകളിലേക്ക് ആം ആദ്മി പാർട്ടി ഒതുങ്ങും എന്നുള്ളതാണ്. പക്ഷേ അത് ആം ആദ്മി പാർട്ടി വിശ്വസിക്കുന്നതേ ഇല്ല. അവർ പറയുന്നത് വലിയ വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ പോലും ഒരു 10 സീറ്റുകളോ 15 സീറ്റുകളുടെയോ കുറവേ ഉണ്ടാവുകയുള്ളൂ എന്നാണ്. പക്ഷേ രാജേഷ്, ഒരു കാര്യം എന്നുള്ളത് ഡൽഹിയിൽ ഈ 10 സീറ്റുകളിലെങ്കിലും ഒരു ഡിഫറൻസ് വരികയാണെങ്കിൽ ഫലം മാറി മറിയുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ അല്ലേ? അങ്ങനെ വരികയാണെങ്കിൽ അവിടെ വിജയം നേടാമെന്നുള്ള ഒരു പ്രതീക്ഷയാണല്ലോ BJPക്കുള്ളത്. അല്ലാതെ ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി BJPയും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അങ്ങനെയാണ് കണക്കുകൂട്ടൽ. പക്ഷേ ഈ സർവേകളൊക്കെ തന്നെ വലിയൊരു ലാൻഡ് സ്ലൈഡ് വിക്ടറി ചില സർവേകൾ ഇങ്ങനെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ആക്സിസ് മൈ ഇന്ത്യ, ഒപ്പം ടുഡേസ് ചാനക്യ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന 2 സർവേകൾ 10 സീറ്റൊക്കെയാണ് ആം ആദ്മി പാർട്ടിക്ക് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പോലും ഡൽഹിയുടെ ഉണ്ടാവുമോ എന്നുള്ളതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇനിയിപ്പോൾ ഏതായാലും എക്സിറ്റ് പോളുകൾക്ക് വലിയ ആയുസില്ല. കാരണം ഇനി 45 മിനിറ്റേ വോട്ടെണ്ണലുള്ളൂ. എങ്കിൽ പോലും സ്വാഭാവികമായും കഴിഞ്ഞ തവണത്തേതുപോലെ ആം ആദ്മി പാർട്ടിക്ക് ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേജ്രിവാൾ തന്നെ പരമാവധി അവർ പറയുന്ന 55 സീറ്റാണ്.
പക്ഷേ 55-ലേക്ക് എത്തുമോ അതോ ഈ പറയുന്നത് പോലെ ഇപ്പോൾ ഈ കേജ്രിവാൾ മത്സരിക്കുന്ന ന്യൂഡൽഹി സീറ്റിൽ പോലും കേജ്രിവാളിനെ ഞങ്ങൾ തോൽപ്പിക്കും എന്നുള്ള കാര്യമാണ് BJP പറയുന്നത്. അതൊരു വലിയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണല്ലോ ന്യൂഡൽഹി നിയോജക മണ്ഡലം. അവിടെയാകട്ടെ ഇവിടെ സന്ദീപ് ദീക്ഷിത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പർവേഷ് വർമ്മ BJPക്ക് വേണ്ടി മത്സരിക്കുന്നുണ്ട്. അവിടെ അങ്ങനെ ഒരു അവസ്ഥ കാണുന്നുണ്ടോ? അരവിന്ദ് കേജ്രിവാൾ പോലും അട്ടിമറിക്കപ്പെടാൻ പോവുകയാണ് ഡൽഹിയിൽ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ മിഡിൽ ക്ലാസ് അപ്പർ മിഡിൽ ക്ലാസ് വോട്ടുകൾ ചിലപ്പോൾ BJPക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ നേടാൻ കഴിഞ്ഞേക്കാം ഇല്ലേ ബജറ്റിലെ പ്രഖ്യാപനങ്ങളൊക്കെ. പക്ഷേ സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ഡൽഹി നിവാസികളിൽ ഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഫ്രീബി സൗജന്യങ്ങൾ, അതായത് സൗജന്യ വെള്ളം, സൗജന്യ വൈദ്യുതി, അതുപോലെ തന്നെ സൗജന്യ ബസ് യാത്ര, ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകുവാൻ ആം ആദ്മി പാർട്ടിയുടെ ഭരണം തുടരുന്നതാണ് നല്ലത് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഇപ്പോഴും ഡൽഹിയുടെ ജനതയുടെ മനസ്സിലുണ്ട് എന്നാണ് ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായി പറയുന്നവരുടെ ഇപ്പോഴത്തെ അല്ലെ അവരുടെ ഒരു വിലയിരുത്തൽ അങ്ങനെയാണ്. മാത്രമല്ല ഈ ഡൽഹിയിൽ അങ്ങനത്തെ ഒരു അട്ടിമറി സംഭവിക്കുകയാണെങ്കിൽ ന്യൂഡൽഹി അത് ചരിത്രമാവും. കാരണം എന്താ വെച്ചാൽ ഷീല ദീക്ഷിത് 15 വർഷം ഡൽഹി മുഖ്യമന്ത്രിയായിരുന്നു. ഇതേ മണ്ഡലത്തെയായിരുന്നു ഷീല ദീക്ഷിത് പ്രതിനിധീകരിച്ചിരുന്നത്. അവിടെയാണ് അരവിന്ദ് കേജ്രിവാൾ വിജയിക്കുന്നത്. ഇപ്പോൾ കേജ്രിവാൾ 3 ടൈം അവിടെ MLA ആയി. അപ്പോൾ അങ്ങനെ ഒരു അട്ടിമറി നടക്കുകയാണെങ്കിൽ അത് ഡൽഹിയെ സംബന്ധിച്ച് വലിയ ചരിത്രമാവുന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ കേജ്രിവാൾ ഈ അവസാന ദിവസം പോലും സാധാരണഗതിയിൽ 2015-ലേക്ക് തെരഞ്ഞെടുപ്പിൽ കേജ്രിവാൾ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രചാരണമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണയൊക്കെ കേജ്രിവാൾ പകരം മണ്ഡലത്തിൽ അല്ല ഉണ്ടായിരുന്നത്, അതിഷിക്ക് വേണ്ടി റോഡ് ഷോയാണ് അദ്ദേഹം നടത്തിയത്. അപ്പോൾ കേജ്രിവാൾ ഒരു കോൺഫിഡന്റ് ആണെന്ന് പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും കഴിഞ്ഞ തവണത്തേതുപോലെ ഒരു വിജയം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഷീല ദീക്ഷിതിനെ പരാജയപ്പെടുത്തുന്നത് 25,000 വോട്ടിനാണ്. അത് കഴിഞ്ഞ് 2015-ൽ 30,000 വോട്ടിന് ജയിക്കുന്നു. കഴിഞ്ഞ തവണ 20,000 ആയിരുന്നു ഭൂരിപക്ഷം. പക്ഷേ ആ ഒരു ഭൂരിപക്ഷം കേജ്രിവാളിന് ഉണ്ടാകുമോ എന്ന കാര്യം സംശയമാണ്. കാരണം ഈ മണ്ഡലം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ജീവനക്കാരുള്ള മധ്യവർഗമുള്ള മണ്ഡലമാണ്. ഒപ്പം തന്നെ ചേരി പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ കൂടി ഉള്ള മണ്ഡലമാണ്. അപ്പോൾ പരമ്പരാഗതമായി ഇപ്പോൾ കേജ്രിവാളിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് കിട്ടുമെന്ന് 2013-ലാണല്ലോ ആം ആദ്മി പാർട്ടിയുടെ ഉദയം. അന്ന് 28 സീറ്റുകളാണ് ആം ആദ്മി പാർട്ടി നേടിയത്. BJPക്ക് 32 സീറ്റുകൾ ഉണ്ടായിരുന്നു, കോൺഗ്രസിന് 8 സീറ്റുകൾ. അവിടെ ആർക്കും കേവല ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് കൂട്ടുകെട്ട് വരികയായിരുന്നു. 2015-ൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ലാൻഡ് സ്ലൈഡ് വിക്ടറി ആയിരുന്നു ആം ആദ്മി പാർട്ടി നേടിയത്. 67 സീറ്റുകളാണ് ആം ആദ്മി പാർട്ടി നേടി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിൽ എത്തുകയായിരുന്നു. BJP വെറും 3 സീറ്റുകളിലേക്കാണ് അന്ന് ചുരുങ്ങിയത്. അവിടെ 2014-ൽ 7 സീറ്റുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ BJPയാണ് 3 സീറ്റുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടി രണ്ടാം സ്ഥാനത്ത് ഏറെ അകലെയായിട്ട് ഫിനിഷ് ചെയ്തു. പക്ഷേ 2020-ൽ വന്നപ്പോൾ BJP ചെറിയ രീതിയിൽ നില മെച്ചപ്പെടുത്തി 8 സീറ്റുകൾ നേടി. പക്ഷേ 62 സീറ്റുകളോടെ ആം ആദ്മി പാർട്ടി അധികാരം നിലനിർത്തുകയും കേജ്രിവാൾ വീണ്ടും മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. അവിടെയും ഓർക്കേണ്ടത് 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റും BJP നേടിയതാണ്. അങ്ങനെ വരുമ്പോൾ 2024-ലും BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020 ആവർത്തിക്കും എന്നുള്ളതാണ്. ഡൽഹിയിൽ ഒരേ സമയം ജനങ്ങൾ നിയമസഭയിലേക്ക് കേജ്രിവാളിനെ തെരഞ്ഞെടുക്കുന്നു, അതേസമയം മോദിക്ക് അനുകൂലമായിട്ട് ലോക്സഭയിൽ വോട്ട് ചെയ്യുന്നു. അതെ.